നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. നിവിൻ പോളിക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടി. താൻ പീഡനത്തിനിരയായി എന്നാണ് പെൺകുട്ടി വെളിപ്പെടുത്തുന്നത്. അതേസമയം താൻ നിരപരാധിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നിവിൻ പോളി. അവസരം മുതലെടുത്ത് വ്യാജ പരാതി തനിക്കെതിരെ നൽകിയിരിക്കുന്നു എന്നാണ് നിവിൻ പോളിയുടെ ആക്ഷേപം. ഈ ഘട്ടത്തിലാണ് നിവിൻ പോളിയുടെ വിശദീകരണം തൃപ്തികരമോ എന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കാം, യൂട്യൂബിലും പ്രതികരിക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ തൃശ്ശൂരിൽ നിന്ന് ശിവജിയാണ്. ശ്രീ ശിവജി, പെൺകുട്ടി നേരത്തെ പരാതി കൊടുത്തതാണ്. അന്ന് ആ പരാതി വേണ്ടത്ര കൊള്ളാവുന്നൊരു രീതിയിൽ കൈകാര്യം ചെയ്തില്ല. ഇപ്പോൾ ഈ സാഹചര്യം കുറെ കൂടി മെച്ചപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഈ പെൺകുട്ടി വീണ്ടും പരാതിയുമായി എത്തിയെന്നാണ് ഇരയുടെ വാദം. അതേസമയം തനിക്ക് കുട്ടിയെ അറിയില്ല എന്ന് നിവിൻ പോളി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ നിവിൻ പോളിയുടെ പ്രതികരണം കേട്ടിട്ട് ശ്രീ ശിവജിക്ക് എന്തു തോന്നി? അദ്ദേഹത്തിൽ ഒരു നിരപരാധി ഉണ്ടെന്ന് തോന്നിയോ അതോ അദ്ദേഹം കുടുങ്ങി എന്ന് തോന്നിയോ? ഇന്ന് പൊതുവേദിയിൽ ആങ്കറായിട്ട് വരുന്നത് മനസ്സാറായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കോൾ ചെയ്തത്. എനിക്ക് പക്ഷേ ഇതിനും ഒരു നന്ദിയുണ്ട്. കാരണമുണ്ട്. സഹകരണം അങ്ങേക്കുള്ളവരെ മറ്റാർക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നിമിഷം നിവിൻ പോളിയിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു ചെറിയ സമയം എനിക്ക് തരണം. സാറേ, ഞങ്ങൾ ടാപ്പിംഗുകാരാണ്. ഈ സിനിമാ മേഖലയിൽ ഉള്ളതിനേക്കാൾ സിനിമാ മേഖലയിൽ ആകെ ഉള്ളത് ഒരുപക്ഷെ ഒരു 10,000 പേര് അനുബന്ധമുള്ളൂ. പക്ഷെ ഞങ്ങൾ ഒരു ലക്ഷക്കണക്കിന് പേരാണ്. ഞങ്ങള് മഴ കാരണം ഞങ്ങൾക്ക് ടാപ്പിംഗ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ആകെ ഞങ്ങൾ പ്രശ്നത്തിലാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു ദിവസം ചർച്ചയ്ക്ക് വെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും തൃശൂർ കുന്നംകുളം റൂട്ടിലെ ആ ദുരിതത്തെ കുറിച്ച് ഒന്ന് പറയണമെന്നും അങ്ങയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ടാപ്പിംഗ് തൊഴിലാളികൾക്ക് എന്താ പറ്റിയത്? മഴ കാരണം ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, മഴയും അതിനോടനുബന്ധമായിട്ടുള്ള ഒന്ന് അനിശ്ചിതാവസ്ഥയാണ് മൊത്തം. ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഈ ടാപ്പിംഗ് മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കർഷകർ അടക്കമുള്ളവരെ കേട്ടോ ഞാൻ പറയുന്നത്. എന്ത് നടപടി ഉണ്ടാകണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് സർക്കാരിന്റെ? അതായത് ഇതിനൊരു സ്ഥിരതയുള്ള ഒരു കൂലി, അതോടൊപ്പം തന്നെ സ്ഥിരതയുള്ള ഒരു വിലയും അത് ഉടമസ്ഥർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് വളരെ ഉപകാരപ്രദമായിരുന്നു. ഈ വർഷം കാര്യമായി മഴ ഇത്രയധികം ഉള്ളതുകൊണ്ട് കാര്യമായി ടാപ്പിംഗ് നടന്നിട്ടില്ല. ഓണം വരുന്നു, ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അത് അങ്ങ് ഒരു മാധ്യമ ഇതിലൂടെ ഒന്ന് അറിയിച്ചേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് വഴിമാറിപ്പോയെങ്കിലും അതും മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അതും കൂടി നമുക്ക് ഞാൻ പിന്നെ നിവിൻ പോളിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമാ മേഖലയിൽ മൊത്തത്തിൽ ഇപ്പം ഇത് എല്ലാവരുമായിട്ടും പരാതി വരുക. ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറയട്ടെ, സ്ത്രീ വിഷയത്തിൽ സാറേ, ഞാനിപ്പോ നമ്മൾ രണ്ടുപേരും ആണുങ്ങളായതുകൊണ്ട് പറയാം, സ്ത്രീ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അവസരങ്ങളാണ് പ്രധാനം. സിനിമാ മേഖലയിൽ ധാരാളം അവസരമുണ്ട്. അതുകൊണ്ട് പലരും അത് വിനിയോഗിക്കുന്നു. ഇതിനെ നേരെയാക്കി എടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നേരെയാവുമെന്ന് എനിക്ക് സംശയമാവട്ടോ. കാരണം സ്ത്രീയും പുരുഷനും അനുബന്ധമായിട്ട് ഒരേ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാ. അത് നമുക്കറിയാമല്ലോ. നമ്മൾ പറയും ഈ കന്നിമാസമാകുമ്പോ പട്ടികക്കാർ പറയുന്ന പോലൊക്കെ ഓരോ കാര്യങ്ങൾ. പക്ഷെ മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് വിവേകമാണ്. ആ വിവേകം ആണ് മനുഷ്യനെ കന്നിമാസമാകുമ്പോൾ ഉള്ള നായിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ആ വിവേകമാണ്. ആ വിവേകം ഏറ്റവും ഉയർന്ന നിലയിൽ പ്രകടിപ്പിക്കുന്നവരായിരിക്കണം നമ്മുടെ സമൂഹത്തിന്റെ മാതൃകകളാകേണ്ടത് എന്നതും കൂടി ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ, ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കണം? പരാതികളുടെ പെരുമഴ എന്നാണോ അതോ ഇത് പുര കത്തുമ്പോൾ വാഴ വെട്ടാം എന്ന് ചിലരെങ്കിലും ഇതിനിടയിൽ ധരിക്കുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അത്ഭുതമാണ് സാർ ഇത് തോന്നുന്നത്. കാരണം സ്ത്രീ സമത്വത്തിന് വേണ്ടിയും സ്ത്രീയുടെ ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേട്ടത്. അത് പ്രാവർത്തികമാവുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അല്ല, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ബാലകൃഷ്ണൻ ഏറ്റവും കോടതിയിൽ നിന്ന് വന്ന വാർത്ത കേട്ടില്ലേ? രഞ്ജിത്തിനെതിരെ ഉള്ളത് ബെയിലബിൾ ഒഫൻസ് ആണ്, അതുകൊണ്ട് അതിന് മുൻകൂർ ജാമ്യത്തിന്റെ പോലും ആവശ്യമില്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അല്ല, അതൊക്കെ തന്നെയാണ് സാർ ഇതിന് പ്രചോദനം. വേദി തന്നെ വിളവ് തിന്നു എന്ന് പറഞ്ഞ പോലെ ഭരിക്കുന്ന കക്ഷി ഈ ഇരകൾക്ക് അനുകൂലമായിട്ടില്ല, പ്രതികൂലമായിട്ടാണ്. അത് ഏത് കാര്യത്തിലായാലും. നമ്മൾ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു
കുറഞ്ഞ കാലത്തിനിടയിൽ ഈ ഒരു സംഭവമാണുള്ളത്. പ്രതിയുടെ കൂടെ ഇരയുടെ കൂടെയല്ല സർക്കാർ ഉള്ളത്, ന്യായത്തിന്റെ കൂടെയല്ല സർക്കാർ ഉള്ളത്. സർക്കാർ ഒരു വിദ്വേഷം വെച്ച്, അതായത് ഇരയുടെ ഭാഗത്ത് ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് കാണുന്നത്. അതിനിപ്പം പരിഹാരം കാണാൻ നമ്മൾ ഇത് ചർച്ച ചെയ്തതിനെ കൊണ്ടൊന്നും കാര്യമില്ല. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കുമ്പോൾ, സർക്കാരിനെ തെരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾ ചിന്തിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഏറ്റെടുക്കാമെങ്കിൽ അതെടുക്കാം, അത്രയേ ഇതിൽ പറയാനുള്ളൂ. ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ. ചെറുപുഴയിൽ നിന്നാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ശ്രീ ഉണ്ണികൃഷ്ണൻ എന്ത് കരുതുന്നു? ഇത് നിവിൻ പോളി ഇന്നലെ വന്നു, താൻ നിരപരാധിയാണ്, തന്നെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു, ഏതറ്റം വരെയും പോകും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു പ്രതികരണം ആണ് എന്നാണോ ശ്രീ ഉണ്ണികൃഷ്ണൻ മനസ്സിലാകുന്നത്, അതോ ഇത് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമാണോ? സാറേ, പിന്നെ പുള്ളിക്കെതിരായി ആദ്യം കൊടുത്ത കേസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പീഡന കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ. അന്ന് മർദ്ദിച്ചു എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോ ഈ പ്രതിയോട് ഈ ഇരയോട് സംസാരിക്കുമ്പോൾ ആ കുട്ടി പറയുന്നത് അന്നും ഇത് പറഞ്ഞിരുന്നു, പക്ഷെ അന്ന് പോലീസ് അത് എഴുതിയെടുത്തില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല, എനിക്ക് ഈ കുട്ടി പറഞ്ഞ കാര്യം മാത്രമേ അറിയുള്ളൂ. നമ്മുടെ പോലീസിനോട് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പരാതികൾ എഴുതി കൊടുക്കുമല്ലേ സാർ, നമ്മളതിൽ സൈൻ ചെയ്യണ്ടേ? അല്ല, അന്ന് അതൊന്നും അവര് സ്വീകരിച്ചില്ല. അവരൊരു ഇമെയിൽ അയച്ചു, പിന്നീട് അത് വിദേശത്തൊക്കെ വെച്ച് നടന്ന സംഭവമാണ്, അത് ഇവിടെ അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മൊത്തത്തിൽ തള്ളിക്കളയുകയാണ് ചെയ്തത്. ശാരീരികമായി ഉപദ്രവിച്ചു എന്ന പരാതിയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം തന്നെ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് എന്നാണ് കുട്ടി പറയുന്നത് കേട്ടോ. അത് കുട്ടിയുടെ മാത്രം, എൻ്റെ ഒരു അഭിപ്രായമല്ല, കുട്ടിയുടെ അഭിപ്രായമാണ്. പക്ഷേ ഇപ്പോൾ ഈ സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സുനാമി പോലെ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട്. ഇപ്പൊ ഗുരുക്കളില്ല, അല്ല അമ്പേക്കാത്ത ഗുരുക്കളില്ലെന്ന് പറഞ്ഞ പോലെ എല്ലാ ഗുരുക്കൾക്കും അമ്പേറ്റ്, അതും പലർക്കും വിരിമാറിൽ തന്നെ ഏറ്റു. പ്രതീക്ഷിക്കാത്ത പല ബിംബങ്ങൾ ഉടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത് എവിടെ ചെന്ന് പര്യവസാനിക്കും നമുക്ക് നോക്കാം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കൂടി കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ എങ്ങനെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ സാഹചര്യത്തെ വിവരിക്കും? ഇത് എന്തിൻ്റെയൊക്കെ സൂചനയാണ്? അല്ല, നമ്മുടെ ഈ പരപുരുഷ ബന്ധോ പരസ്ത്രീ ബന്ധോ നിശ്ചിതമെന്നും പറയുന്ന ആളല്ല. പക്ഷെ ഉഭയസമ്മതത്തോട് ആയിരിക്കണം മാത്രം. ഇപ്പൊ ഈ കാര്യത്തിൽ നിവിൻ പോളിയെ കുറ്റക്കാരനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇവർ ഏതെങ്കിലും ഒരു സിനിമകാരൻ അങ്ങനെ അന്തസ്സായിട്ട് പറയല്ല, ഞാൻ നുണ പരിശോധനയ്ക്ക് വിധേയനാൻ തയ്യാറാണ്, ഞാൻ ചെയ്തിട്ടില്ല, ഏതെങ്കിലും ഒരു നടൻ പറയട്ടെ. പറയുന്നത് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നുണ പരിശോധനയ്ക്ക് വിധേയമാണോ എന്ന് ആരും ചോദിച്ചില്ല. വേണമെങ്കിൽ അതൊന്ന് ചോദിക്കാവുന്നതാണ്. ഇയാളെന്നത് ഏതെങ്കിലും ഒരാള്, ഏതെങ്കിലും ഒരു നടൻ പറയട്ടെ, എന്നാ അവരെ നമുക്ക് മാൻ ഓഫ് ദ ഇയർ ആക്കാം. അപ്പൊ ഇവര് തമ്മിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. പിന്നെ അത് ഒരു പെണ്ണ് അങ്ങനെ പറയാൻ പറ്റൂല. ഒരു ആണിനെ പറ്റി ഒരു പെണ്ണ് പറയണമെങ്കിൽ കൃത്യമായിട്ട് എന്തെങ്കിലും തെറ്റില്ലാതെ ഞാൻ പറഞ്ഞ എന്റെ പേരിൽ പെണ്ണ് പറയട്ടെ, ഞാൻ കൃത്യമായി ഇതാ പറയാം, അങ്ങനെ ഞാൻ നുണ പരിശോധന തയ്യാറാന്ന് പറയും. അങ്ങനെ പറയാൻ തന്റെ ഇടം കാണിക്കണം. ആൾക്കാരെ പറ്റിച്ച കാര്യമില്ല. കോടതികൾക്കാ കൊടുത്തത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഗോവിന്ദൻ എന്നൊരു പ്രേക്ഷകൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ഗോവിന്ദൻ, കഴിഞ്ഞ ദിവസം നിവിൻ പോളി വന്ന് പറഞ്ഞത് ഇത് നിരപരാധികളെ കൊടുക്കാനുള്ള ഒരു അവസരമായി പലരും വിനിയോഗിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഇതിന് തിരിച്ചു നിന്ന് പറയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്കെതിരെ പരാതി വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നത്. ഞാൻ ഓടി ഒളിക്കില്ല, ഞാൻ പോരാടും എന്ന് നിവിൻ പോളി പറയുമ്പോൾ അത് പോരാട്ടമായി കാണണോ, അതോ ഒരു പോരാട്ടം നടത്തുന്ന ഒരു സ്ത്രീയെ തകർക്കാനുള്ള നീക്കമായി കാണണം? അല്ല, അതിപ്പം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നു. അപ്പൊ അദ്ദേഹം അത് ഡിഫെൻഡ് ചെയ്യണം. ഇത് സത്യമാണോ തെറ്റാണോ ഒന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ വേറെ കാര്യത്തെ പറഞ്ഞോട്ടെ, കേൾക്കാമോ? കേൾക്കുന്നു. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. ഇപ്പൊ ഈ ക്ഷേമ കമ്മിറ്റിയോടനുബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. എന്റെ വേറൊരു ആശയമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഈ സെൻസർ ബോർഡ് കുറച്ചൊക്കെ വിചാരിച്ചാൽ ഈ അശ്ലീല ചിത്രങ്ങൾ, അതുപോലെ തന്നെ വയലൻസ് ഉള്ള ചിത്രങ്ങളൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്തുകൊണ്ട് ഒരു അതിര് വെച്ചോണ്ട് അതിനപ്പുറമുള്ള എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ അത് എടുക്കത്തില്ല. ഒരു പണ്ടൊക്കെ നമുക്കറിയാം, നസീർ സാറിന്റെ ഒക്കെ ഉള്ള പടങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ട് 3 തലമുറയെ നേർവഴിക്ക് നയിച്ച ആളാണ് നസീർ സാറ്. അപ്പൊ അന്ന് ആ കുടുംബ ബന്ധങ്ങൾ ശിഥിലമല്ലായിരുന്നു. അന്ന് നസീർ സാറ് ഷീലാമയെ പ്രേമിച്ചെങ്കിൽ ഷീലാമയെ വിവാഹം കഴിക്കും, അല്ല അതിനെ ഉപേക്ഷിക്കത്തില്ല. ജയഭാരതിയെ സ്നേഹിച്ചെങ്കിൽ ജയഭാരതിയെ വിവാഹം കഴിക്കും. പിന്നെ ഇപ്പൊ വന്നിട്ട് ഈ പുതുമുഖ ചിത്ര
ചിത്രങ്ങളുണ്ട്, പുതുതായിട്ട് വരുന്ന നടികടന്മാരുടെ പടങ്ങൾ, അതൊക്കെ ഒന്ന് ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ചെയ്യുകയും ഈ സെൻസർ ബോർഡ് ഒരു തീരുമാനം എടുക്കണം, വയലൻസ് കട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഈ അതിനപ്പുറം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഒരു യുവ ജനതയാണ് നശിച്ചു പോകുന്നത്. അതുപോലുള്ള അത്ര വയലൻസ് പടങ്ങൾ ഇറങ്ങുന്നേ, മയക്കുമരുന്ന്, ഇതൊക്കെ കണ്ടോണ്ടല്ലേ കൊച്ചു പിള്ളേർ വളർന്നു വരുന്നേ. അതൊരു വലിയ പ്രശ്നമാണ്. സെൻസർ ബോർഡ് ഒരു തീരുമാനം എടുക്കണം. എനിക്ക് തോന്നുന്നു ക്ഷേമ കമ്മിറ്റിക്കകത്ത് അങ്ങനെ ഒരു നിർദ്ദേശം കൂടെ വെക്കണമായിരുന്നു. ഈ വയലൻസ് കട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഭാസമായിട്ടുള്ള ചിത്രങ്ങൾ പിന്നെ പുറത്തിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ ഒരു മാന്യമായ ചിത്രം ഇറക്കൂ. കുടുംബഗന്ധി സംബന്ധിയായ ഒരു സിനിമ ഇറക്കിയാൽ അതിന് ഞങ്ങൾ സെൻസർ ബോർഡ് അംഗീകാരം തരും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പക്ഷെ ഇതൊക്കെ പ്രായോഗികമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ പണ്ടൊക്കെ അത് വളരെ സിംബോളിക്കായി ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധായകരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി. മാത്രവുമല്ല, ഇപ്പം അങ്ങനെ അഡൽട്ട് സിനിമകൾ എന്ന് പറയുമ്പോൾ അതിന് തിരക്ക് കൂടുന്നൊരു സാഹചര്യമാണ് ഇപ്പം കാണുന്നത്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാജൻ വിളിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീ രാജന് എന്ത് തോന്നുന്നു? സാധാരണ ഇത്തരം വിഷയങ്ങളെല്ലാം തമാശ രൂപേണയാണ് ശ്രീ രാജൻ അവതരിപ്പിക്കാറ്. പക്ഷേ ഇതൊരു ഇരയുടെ കാര്യമാണെന്ന് ഓർക്കണം എന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നു എന്ന് മാത്രം. സാറേ, സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു കാര്യം ഇന്ന് ചർച്ച ചെയ്യാനെടുത്തതിൽ ഒരു കാര്യവും ഇല്ലാത്ത കാര്യം. നമുക്ക് കേരളത്തിലെ ജനങ്ങളെ എത്രയോ വേറെ കാര്യങ്ങളുണ്ട് സാറേ. പിന്നെ രണ്ടാമത്തെ സംഗതി, പിന്നെ ഈ സിനിമാ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വൃത്തികേട് കാണിച്ചു, കാരണം പരാതി ഒന്നും ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സാറ് പറഞ്ഞു. സിനിമാ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വൃത്തികേട് കാണിച്ച മോഹൻലാൽ. ആ മോഹൻലാലിന് ആർക്കും ആ പുള്ളിക്ക് എതിരെ പരാതി ആരും കൊടുക്കുന്നില്ലെന്ന് മാത്രം. ഇന്നലെ ഏതാണ്ട് അമ്പലത്തിൽ പോയി കിടന്ന് വട്ടം കറങ്ങി ഒരു ദിവസത്തെ പൂജക്കുള്ള മുഴുവൻ പൈസയും കൊടുത്തു പുള്ളി. അങ്ങനത്തെ ആൾക്കാരെ ഇതിനകത്ത് ഭരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? ആളുകൾക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹം ചെയ്യുന്നതിന് ആർക്കും പരാതിയില്ലെങ്കിൽ അദ്ദേഹം ചെയ്തുവെന്ന് എനിക്കറിയില്ല. പക്ഷെ പരാതിയില്ലെങ്കിൽ പിന്നെ നമുക്കെന്തിന് പരാതി? അത് ശരിയാ, പരാതിയില്ല. പരാതി കൊടുക്കാൻ ആരും തയ്യാറല്ല. പരാതി കൊടുത്താലുള്ള ഭവിഷ്യത്ത് എന്താണെന്നുള്ള അവർക്കറിയാം, പരാതി കൊടുക്കുന്നവർക്കറിയാം. അത് പൊക്കോട്ടെ. പിന്നെ ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലായതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് ഇവർക്കൊക്കെ സൈഡാണ്. പക്ഷെ ഞങ്ങളുടെ സെൻട്രൽ ഗവൺമെന്റ് കണ്ടില്ലേ, BJP 6 കായിക താരങ്ങളെ പീഡിപ്പിച്ച ബ്രിജ് ഭൂഷണ് അന്നേരം തന്നെ പിരിച്ചുവിട്ട് വീട്ടിലിരുത്തിയില്ലേ. എത്ര നല്ല ഉദാഹരണങ്ങളാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ സാറേ, ഒന്നും വേറെ എനിക്കൊന്നും പറയാനില്ല. വ്യക്തമാണ്. ശശിധരൻ വിളിക്കുന്നത് വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, ഈ യുവതി ഇങ്ങനെ 3 ദിവസത്തോളം തടങ്കലിൽ വെച്ചുള്ള പീഡനത്തിനാണ് ഇരയായത്, മയക്കുമരുന്നിന് നൽകി, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. ഇത് ഒരു കണക്കിന് ഞെട്ടിക്കുന്നതാണ് ഇത് വാസ്തവമാണെങ്കിൽ. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു സിനിമാ നടനായ നിവിൻ പോളിക്ക് കഴിയും എന്ന് മലയാളികൾ വിശ്വസിക്കുമോ? കേൾക്കുന്നു. എനിക്ക് മതിയായി മനു. കാരണം എന്റെ ഉടലോടെ അങ്ങോട്ട് എടുത്തേക്കണേന്നാ. പക്ഷെ ഇപ്പൊ എനിക്കൊരു പാതാളത്തിൽ നിന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടും. നിങ്ങൾക്ക് കിട്ടിയോന്ന് അറിയില്ല. മഹാബലി തമ്പുരാൻ ഇത്തവണ കേരളത്തേക്ക് പേടിച്ചിട്ട് വരുന്നില്ലെന്ന്. അല്ല, അത് കൊള്ളാം. ഓരോ ദിവസം നേരം വെളുത്തെണീറ്റ് വരുന്നത് ഈ പീഡന കഥകൾ കേട്ടു. എന്റെ ദൈവമേ, മതിയായി. ഏതായാലും ഇനി ഈ സിനിമാ വിഷയത്തിൽ ഞാൻ വിളിക്കുകയാണ്. യെസ്, താങ്കളുടെ ടെലിഫോണിന് എന്തോ പ്രശ്നം സംഭവിച്ചു എന്ന് രഘുനന്ദൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രഘുനന്ദൻ, ദീർഘകാലമായി ഈ പൊതുവേദിയിലേക്ക് വിളിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നില്ല. കുറേ ദിവസങ്ങൾക്ക് മുന്നാണ് ഞാൻ രഘുനന്ദന്റെ ശബ്ദം കേട്ടത്. കേൾക്കാമോ? ഹലോ, നമസ്കാരം സാർ. ഞാൻ ഒരുപാട് നാളായി വിളിച്ചിട്ട്. എന്ത് പറ്റി പൊതുവേദിയിലേക്ക് വിളിക്കണ്ട എന്ന് വിചാരിക്കാൻ എന്താ കാരണം? കിട്ടുന്നില്ല. പിന്നെ മാത്രമല്ല, നമ്മളെ ഈ ഇപ്പൊ തന്നെ ഈ സിനിമാ ഫീൽഡിലായി അവസാനം നിവിൻ പോളിയിൽ വന്ന് നിൽക്കുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ സിനിമാ ഫീൽഡിൽ എന്താണ് പണ്ടുതൊട്ടേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ 20, 10, 30 വർഷം മുമ്പ് നടന്നാലേ 40 വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞതിന് ശേഷം പരമ്പരയായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വിമർശിക്കുക എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തില് കോടതി വരെ വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പരമ്പരകൾ അതോടുകൂടി നിൽക്കും. കോടതി വിമർശിക്കുന്നില്ല, വിമർശിക്കണമായിരുന്നു. കാര്യം എന്തുകൊണ്ട് അന്ന് പറയുന്നില്ല, അന്ന് പറയാതെ ഇപ്പൊ എന്തിനു പറയുന്നു? അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിയമത്തിന് അങ്ങനെ ഒരു ചില നിയമത്തിനും അങ്ങനെ ഒരു അവസരം കൂടി നിയമം നൽകുന്നുണ്ട്. അതല്ല, നമ്മുടെ പിന്നീടായാലും പുറത്തു വരുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ അല്ല, ഇതെന്താന്ന് വെച്ചാൽ ഒരു കാര്യം, ഇപ്പോൾ ഒരാൾ ഒരു കൊല ചെയ്തു,
എത്രയോ വർഷങ്ങൾക്ക് ശേഷം സത്യങ്ങൾ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്, ആ കൊല അന്ന് ചെയ്തത്, അതിനുശേഷം പ്രതികൾ പിടിയിലാകുന്നു ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു മുൻകാലങ്ങളിലുള്ള കാര്യങ്ങൾ മറന്നു കളയാം എന്ന നിലപാട് വന്നാൽ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അല്ല, ഒറ്റപ്പെട്ട കേസിലും പ്രശ്നമുണ്ടെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. യൂട്യൂബിലും ചില പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. നിവിൻ പോളിയെ അനുകൂലിച്ച് ജിതിൻ ജോസ് ഒരു ചിഹ്നം ഇട്ടിരിക്കുന്ന ഒരു സ്മൈലി നിവിൻ പോളിക്കൊപ്പമാണ് എന്ന തരത്തിൽ. ഏതായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് കടക്കുകയാണ്. പെട്ടെന്ന് മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുന്നു. ജോസഫ് എന്നൊരു പ്രേക്ഷകനാണ് നമുക്കൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീ ജോസഫിന് ഈ ഏറ്റവും ഒടുവിൽ വന്ന ഈ പരാതി കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇത് കാര്യങ്ങൾ നിയന്ത്രണാതീതമായി പോയി എന്നാണോ? ഇത് ആളുകൾ കൂടുതൽ ധൈര്യം സംഭരിച്ച് നീതിക്കായുള്ള പോരാട്ടം നടത്തുന്നു എന്നാണോ തോന്നുന്നത്? ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഞാൻ ഇടയ്ക്ക് വിളിക്കാറുള്ള ആളാണ്, വിളിക്കാറില്ല. പിന്നെ ഒരു 40 വർഷം മുമ്പ് രാമു കാര്യമായിട്ട് അസോസിയേറ്റഡ് ഈ ഒരു അവസരം കിട്ടുന്ന ഒരു കന്നഡ ഫിലിമിന്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ട്. അപ്പൊ ഈ ഇൻഡസ്ട്രിയെ പറ്റി എനിക്ക് ആ കാലം മുതലേ അറിയാവുന്നതാണ്. ഇത് കഴിവുള്ള ആർട്ടിസ്റ്റുകള് വന്നു കഴിഞ്ഞാൽ അവരോട് ഈ നടന്മാർക്കും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷനിലുള്ള ആളുകൾക്കും ഈ എന്താ പറയാ ഫൈനാൻസ് ചെയ്യുന്നവർക്കൊന്നും ഒരു വിളച്ച് കാണിക്കാൻ പോവില്ല. ഈ കഴിവില്ലാത്ത ആർട്ടിസ്റ്റുകള് തിരിച്ചു കയറി വരും. അന്ന് മദ്രാസിലെ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഒന്ന് മുഖം കാണിക്കാൻ തരിക. അപ്പം ഇതിന്റെ പിന്നിലുള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വീക്കായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ പെൺകുട്ടികളിലുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന കുറെ ഏജന്റുമാരുണ്ട്. അവര് അങ്ങനെയാണ് ഈ പെൺകുട്ടികളുടെ വരികയും അവരുടെ വില്ലിങ് കൊണ്ടാണ് അവരിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പൊ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കൂടിയിട്ട് ചില ആളുകൾ അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യണം. നിനക്ക് അങ്ങനെയുള്ള അവസരമുണ്ട്, നല്ല ഭാഷ ഉണ്ടാക്കാനുള്ള നല്ല അവസരമാണ്. ഞാൻ നിവിൻ പോളി കുറ്റക്കാരനല്ലെന്നോ ആണെന്നോ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റക്കാരാണോ അല്ലെന്നുള്ള ഭാഗത്തേക്ക് ഞാൻ വരുന്നത്. ഞാൻ വരുന്നത് റിയാലിറ്റിയിലേക്കാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു അവസരം വരുമ്പം തീ പിടിക്കുമ്പം വാഴ വെട്ടുക എന്ന് പറയുന്ന പോലുള്ള ഒരു സമീപനവും ഇപ്പം വരാനുള്ള സാധ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ പ്രതികരണം എന്ന നിലയിൽ കൂടി അതിനെ കാണേണ്ടതുണ്ട്. റഷീദ് എന്നൊരു പ്രേക്ഷകൻ കൊയിലാണ്ടിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റഷീദും നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കാറില്ല എന്ന് തോന്നുന്നു, അല്ലേ? കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ആണോ? അത് ശരി. ശ്രീ റഷീദിന് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ ആരോപണങ്ങളിൽ അടിസ്ഥാനം ഉണ്ട് എന്നാണോ തോന്നുന്നത്? അതോ ഇതൊക്കെ എങ്ങനെ സാധ്യമാകുമെന്നുള്ള ആശ്ചര്യമാണോ തോന്നുന്നത്? എനിക്ക് നിവിൻ പോളി ലൈംഗിക ആരോപണം വന്ന ഉടനെ മാധ്യമങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തുകയും മാധ്യമങ്ങളോടും സമൂഹത്തോടും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം വളരെ വ്യക്തമായി പറയാൻ ധൈര്യം കാണിച്ചു എന്നതാണ്. നേരത്തെയുള്ള ആളുകൾക്ക് ഇല്ലാതെ പോയതും അതാണ്. മുകേഷിനായാലും അതേപോലെ തന്നെ സിദ്ദീഖിനായാലും മറ്റുള്ളവർക്കായാലും അവർക്ക് മാധ്യമങ്ങളെ പെട്ടെന്ന് ഫേസ് ചെയ്യാൻ അവർക്ക് മനോധൈര്യം ഉണ്ടായില്ല. കാരണം തെറ്റുകാരാണോ എന്ന ഒരു ധ്വനി അതിൽ നമ്മൾ കാണുന്നു. നേരെ മറിച്ച് നിവിൻ പോളി അതല്ല ചെയ്ത് വളരെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും തന്റെ ഇടത്തോടും കൂടി തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, എവിടെ പോകാനും ഏത് നിയമം തേടാനും ഞാൻ തയ്യാറാണ്, നിയമത്തിന്റെ എല്ലാ വശങ്ങളും കൂടെ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് അദ്ദേഹം ആളുകൾക്കിടയിൽ കൂടുതൽ വിശ്വസനീയത നിവിൻ പോളിയുടെ ആ ഒരു അതേസമയം പേടിച്ചോടിയ ആളുകൾക്ക് മടിയിലെന്തോ ഘനമുണ്ട് എന്ന പ്രതീതി ഉണ്ടാവുകയും ചെയ്തു, അല്ലെ? അത് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം തന്നെയാണ്. വളരെ അമ്മക്കില്ലാതെ പോയതും അതേപോലെ കലാകാരന്മാരുടെ സംഘടന എന്താ അതിന്റെ പേര് അവർക്കൊന്നും ഇല്ലാതെ പോയത് നിവിൻ പോളി ശരിക്ക് തന്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോൾ അത് ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അദ്ദേഹം നിരപരാധിയാണെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. യൂട്യൂബിലും ചിലരൊക്കെ അവരുടെ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. സുരന്യ എന്ന ഒരു പ്രേക്ഷക നിവിൻ പോളിക്കൊപ്പം ഉള്ള തരത്തിൽ അവരുടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ഓൾവേസ് വിത്ത് നിവിൻ പോളി. അതുപോലെ ഹക്കീം ബേക്കൽ
എന്ന ഒരു പ്രേക്ഷകൻ ഒരു പ്രതികരണം ഇതിൽ നടത്തിയിരിക്കുന്നു. ഇതുപോലെ പരാതി വന്നാൽ ഇതിനൊക്കെ വേണ്ടി ഒരു പ്രത്യേക കോടതി തന്നെ ഈ കണക്കിന് വരികയാണെങ്കിൽ ഒരു പ്രത്യേക കോടതി തന്നെ ഇതിനു വേണ്ടി രൂപം നൽകേണ്ടി വരും എന്നാണ് ബേക്കലിൽ നിന്ന് ഹക്കീം എഴുതുന്നത്. ഷെറി എന്നൊരു പ്രേക്ഷകയും ഈ നിവിൻ പോളിക്കൊപ്പം എന്ന തരത്തിൽ എന്ന് അവർ കുറിച്ചിരിക്കുന്നു. അബ്ദുറഹ്മാൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് ദുബായിൽ നിന്നാണ്. അബ്ദുറഹ്മാൻ, ദുബായിലെ ഈ വിഷയങ്ങളൊക്കെ മലയാളികൾ ചർച്ച ചെയ്യുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു മലയാളികൾ പൊതുവെ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത്? ഈ സംഭവം നടന്നത് മിഡിൽ ഈസ്റ്റിലാണ് കേട്ടോ. ഷിജിലാൽ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിജിലാൽ കണ്ണൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം. ഷിജിലാലിന് ഈ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഈ നിവിൻ പോളിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനവും ഈ പെൺകുട്ടിയുടെ എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാല് ഈ രാജൻ കൊല്ലുന്നതിന് പക്ഷെ മോഹൻലാലിന് ഭയങ്കര കുറ്റം പറഞ്ഞില്ലേ? എനിക്ക് അതേപ്പറ്റി പറയാനും മോഹൻലാൽ എന്ന് പറഞ്ഞൊരു പാവം അദ്ദേഹത്തിന് നമ്മള് കുറ്റം പറയുന്ന അയാളെ രാജിവെച്ചു. അത് താല്പര്യമില്ലാത്തൊരു പദവിയിലേക്ക് കെട്ടിയെടുപ്പിച്ചതാണ് ഇപ്പോഴത്തെ പദവി. മോഹൻലാലിനെതിരെ പരാതിയില്ലാത്തടത്തോളം കാലം നമ്മൾ അദ്ദേഹത്തെ കുറ്റക്കാരനായി കൊടുക്കേണ്ടതില്ല. രാജൻ എന്ന് പറഞ്ഞൊരു വേഷം പറയുമ്പോ മനസ്സിലാറൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോടും പറഞ്ഞു, അത് മുമ്പും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു. അപ്പൊ മുമ്പ് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു പരാതിയില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞു എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞത്. ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും ധർമ്മൻ അയ്യർ എന്ന ഒരു പ്രേക്ഷകൻ യൂട്യൂബിൽ അദ്ദേഹം നിവിൻ പോളിയെ താൻ പിന്താങ്ങുന്നു എന്ന് തൻ്റെ നിലപാട് വ്യക്തമാക്കി ഇപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ധർമ്മൻ കണ്ണൂരിൽ, ധർമ്മൻ കാസർഗോഡ് നിന്നാണ് ചേരുന്നത് അല്ലേ? സന്തോഷ് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ സാർ. ഹലോ, കേൾക്കാം. ഈ യുവതി പറഞ്ഞ ഇതില് പല സംശയങ്ങളുണ്ട്. കാരണം അവർ പറയുന്ന ഒരു വ്യക്തമായ ഒരു തെളിവായിട്ട് എനിക്ക് കാണുന്നില്ല. കാരണം നിവിൻ പോളി അതിലൊരു തെറ്റുകാരനല്ലെന്ന് അവരുടെ വോയിസ്, അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നു. കാരണം ആദ്യം ഒരു ഡയറക്ടറെ അവരെ പീഡിപ്പിക്കുകയും പിന്നെ അതേ ഡയറക്ടറുടെ കീഴിൽ തന്നെ ഇവരെ ഫ്ലാറ്റ് എടുത്ത് ആദ്യം അവർ പറഞ്ഞ ഹോട്ടലിനാണ് പിടിച്ചത്. പിന്നെ അവരെ ഫ്ലാറ്റിന്റെ അടുത്ത് വേറെ റൂം എടുത്ത് അവിടെ 3 ദിവസം ലോക്ക് ചെയ്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അതൊക്കെ ഒരു സംശയത്തിനിടവരുത്തുകയും പിന്നെ രണ്ടാമത് വെച്ചാൽ ഈ കേസുകളെല്ലാം തേച്ചു മാറ്റി പറയാം. കാരണം ഇതിന് തെളിവില്ലാതെ വരുമ്പോൾ മറ്റതെല്ലാം ബാക്കി കൊടുക്കുന്നതെല്ലാം ഇതേപോലത്തെ ആയിരിക്കും എന്നുള്ള സംശയത്തിന്റെ പേരിൽ വരുത്താനും ജനങ്ങളുടെ ഇടയിൽ വരുത്താനുള്ള ഒരു ഇതാണെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ വേറൊരു ഇതേപോലെ കൊടുത്ത് ആലുവ സ്വദേശി നടി കൊടുത്തതും അതിനും എനിക്ക് സംശയമുണ്ട്. കാരണം ഇവരൊക്കെ പീഡിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എനിക്ക് ഈ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് സന്തോഷ് താങ്കളുടെ മുഴുവൻ കേൾക്കാൻ കഴിയാത്തത്. പക്ഷെ തുടർന്നും പൊതുവേദിയിലേക്ക് വിളിക്കണം. ഞങ്ങൾ താങ്കളുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ്. ഇന്നത്തെ പൊതുവേദിക്ക് മുന്നേ ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. നിവിൻ പോളിയുടേത് വിശദീകരണം തൃപ്തികരമാണോ എന്നാണ് ചോദിച്ചത്. അത് തൃപ്തികരം ആണ് എന്ന് വിശദീകരണം എന്ന് 75% ആളുകൾ പറയുന്നു. അതേസമയം 25% ആളുകൾ നിവിൻ പോളിക്ക് വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറയുന്നു. യൂട്യൂബിൽ ഉമ്മൻചാണ്ടി സാറിനെ സരിതയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത് അറിയില്ലേ, എന്നിട്ട് എന്തായി എന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നു ഗീത എന്നൊരു പ്രേക്ഷക. മാധ്യമങ്ങൾ ഇതിന് കൂട്ടുനിൽക്കരുത് എന്ന് പറയുന്നു അവർ. കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെയാണ് പ്രതികരണം. ധർമ്മം അയ്യർ പറയുന്നു അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ്. അദ്ദേഹം നിവിൻ പോളിയെ പിന്താങ്ങുന്നു. അദ്ദേഹം പിന്താങ്ങുന്നതിന് കാരണം ബിക്കോസ് ഹി ഹസ് മെയ്ഡ് ഹിസ് സ്റ്റാൻഡ് ക്ലിയർ ആൻഡ് ഓൺലി വൺ ഡൗട്ട് I have is why he did not file a complaint or speak about it when she raised it before എന്ന് അദ്ദേഹം പറയുന്നു. ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു പ്രേക്ഷകൻ നിവിൻ പോളിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. നിവിന് ഫുൾ സപ്പോർട്ട് എന്ന് അലൻ ജോസും ഈ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നു. ഏതായാലും നിരവധി പേരാണ് പ്രതികരണവുമായി ഇന്ന് പൊതുവേദിയുടെ യൂട്യൂബ് സൈറ്റിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയവുമായി പൊതുവേദി എത്തും. നന്ദി, നമസ്കാരം.